സ്വന്തം ഭാഗം 104. ദൃശ്യം ബ്ലോഗിലെ പ്രണയതീരം എന്ന സ്റ്റോറി ഇന്ന് അവസാനിച്ചു. നാളെ മുതൽ ദൃശ്യം ബ്ലോഗിൽ പുതിയ ഒരു സ്റ്റോറി വരികയാണ്. ഹൃദയപൂർവ്വം എല്ലാവരും കേട്ടു നോക്കണം. ഇത്രയും നാളും എൻ്റെ സ്റ്റോറികൾക്ക് തന്ന സപ്പോർട്ട് ആ സ്റ്റോറിക്കും ഉണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. നീ എൻ സ്വന്തം. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമില്ലാന്ന് നിനക്കറിയാലോ. ഇടയ്ക്കിടയ്ക്കെന്നല്ല, ഇപ്പോൾ ഒട്ടും തന്നെ കഴിക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു ശരണ്യ അവളുടെ കവിളിൽ പിടിച്ചു വലിച്ചു. എന്ത് നല്ല കവിളായിരുന്നു, ഇപ്പോൾ പിടിച്ചിട്ട് പോലും കിട്ടുന്നില്ല. അവൾ പറഞ്ഞതും ദക്ഷയുടെ മുഖം മാടി. അവളുടെ മനസ്സ് കുറച്ച് വർഷം മുമ്പുള്ള ഒരു ദിവസത്തിലേക്ക് കടന്നു പോയതും അവൾ പെട്ടെന്ന് തല കുടഞ്ഞ് സ്വബോധത്തിലേക്ക് വന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ അവൾ തന്നെ അവളുടെ പാത്രവും ശരണ്യയുടെ പാത്രവും കൊണ്ടുപോയി കിച്ചണിൽ കഴുകി വെച്ച് തിരിയുമ്പോൾ കയ്യിൽ ഒരു പഴവും കഴിച്ചുകൊണ്ട് ശരണ്യ നിൽക്കുന്നുണ്ടായിരുന്നു. നിനക്ക് പാല് വേണോ? ദക്ഷ ചോദിച്ചു. ഇരിക്കുന്നുണ്ടോ പാല്? അവൾ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചതും ഇവിടെ ഇരിക്കുന്നുണ്ട്, വേണോ നിനക്ക്? ചൂടാക്കി തരട്ടെ? ദക്ഷ ചോദിച്ചു. എന്നാ എടുത്തോ, 2 ഗ്ലാസ് വേണേ, അവൾ പറഞ്ഞു. 2 ഗ്ലാസ് നീ കുടിക്കോ? ചേച്ചി എടുക്ക്, എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞതും ദക്ഷ പാല് ചൂടാക്കാൻ വയ്ക്കുമ്പോൾ അവൾ അടുക്കള സ്ലാബിലേക്ക് കയറിയിരുന്നു. ദക്ഷ ചേച്ചി, ഇപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര വിശപ്പാണെന്നേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. ചേച്ചിക്ക് വേണോ എന്ന് പറഞ്ഞ് ഒരു പഴമെടുത്ത് അവൾ ദക്ഷയ്ക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ട, അവൾ പറഞ്ഞു. ഇവിടെ പറമ്പിലുണ്ടായതാ, സതീശേട്ടൻ പറയുന്നുണ്ടായിരുന്നു. ഒന്ന് കഴിച്ചു നോക്കിക്കേ, നല്ല മധുരമുണ്ട്, ഒരെണ്ണം കഴിച്ചു നോക്ക്. എനിക്ക് വേണ്ടി, അവൾ പറഞ്ഞു. കുറേ നിർബന്ധിച്ചു. അവസാനം അത് കഴിക്കാതെ വിടില്ല എന്ന് തോന്നിയതും ദക്ഷ ഒരു പഴം വാങ്ങി കഴിച്ചു. അപ്പോഴേക്കും പാല് തിളച്ചു വന്നിരുന്നു. അതിൽ കുറച്ചെടുത്ത് 2 ഗ്ലാസ്സിൽ പകർത്തി പഞ്ചസാരയിട്ട് അവൾക്ക് കൊടുക്കാൻ പോയതും ചേച്ചി, ആ കബോർഡിലെ ഹോർലിക്സോ ബൂസ്റ്റോ ഉണ്ടാകും, അതിട്ട് തന്നാൽ മതി, അവൾ പറഞ്ഞു. ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് കേട്ടതും ദക്ഷയ്ക്ക് അവളുടെ മുഖം കണ്ടപ്പോൾ ചിരി വന്നു. അവൾ കബോർഡ് തുറന്നു നോക്കിയപ്പോൾ അതിൽ ബൂസ്റ്റും ഹോർലിക്സും അങ്ങനെ എല്ലാം ഇരിക്കുന്നുണ്ട്. ഇതിലേതാ വേണ്ടത്? ദക്ഷ ചോദിച്ചു. ഹോർലിക്സ് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൾ അടുക്കള സ്ലാബിൽ നിന്നും താഴേക്ക് ഇറങ്ങിക്കൊണ്ട് ദക്ഷയുടെ അടുത്തേക്ക് വന്നു. ചേച്ചി ഇവിടെ ഇരിക്കെ, ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദക്ഷയെ അവിടെയുള്ള ടേബിളിനടുത്തുള്ള ചെയറിൽ ഇരുത്തിക്കൊണ്ട് അവൾ ഹോർലിക്സ് എടുത്ത് 2 ഗ്ലാസ്സിലേക്ക് ഇടുന്നത് കണ്ടതും ഇതെന്തിനാ 2 എണ്ണം? ദക്ഷ വീണ്ടും ചോദിച്ചു. അതൊക്കെയുണ്ട്, പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ 2 ഗ്ലാസ്സിലും ഹോർലിക്സും ഇട്ട് പാലെടുത്ത് ദക്ഷയുടെ അടുത്തേക്ക് വന്നു. അവിടെയുള്ള ചെയറിൽ അവളും ഇരുന്നു. ഒരു ഗ്ലാസ് ദക്ഷയ്ക്ക് അടുത്തേക്ക് നീക്കി വെച്ചതും ദക്ഷ അവളെ നോക്കി. എനിക്ക് വേണ്ട, അവൾ പറഞ്ഞു. അത് പറ്റില്ല, ഞാൻ കുടിക്കുമ്പോൾ ചേച്ചി കുടിക്കാതിരുന്നാ എനിക്ക് സങ്കടാവില്ലേ? അതുകൊണ്ട് ഇത് ചേച്ചിക്ക്, ഇതെനിക്ക്, അവൾ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വീണ്ടും ഗ്ലാസ് നീക്കി വെച്ചു. ദക്ഷ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവൾ ദക്ഷയെ നോക്കി പല്ല് 32 പുറത്ത് കാണിച്ച് ചിരിക്കുന്നത് കണ്ടതും ദക്ഷയ്ക്ക് ചിരി വന്നു. കുടിക്ക് ചേച്ചി, പ്ലീസ്. എടി കള്ളി, നീ ഇത് നിനക്ക് വേണ്ടി എടുത്തതല്ല, എനിക്ക് വേണ്ടിയാണെന്ന് ഇതെടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കിത് വേണ്ട, അവൾ പറഞ്ഞു. എന്നാ പിന്നെ എനിക്കും വേണ്ട, നമുക്കിത് കളയാം എന്ന് പറഞ്ഞ് അവൾ ഗ്ലാസ് 2 എടുത്തുകൊണ്ട് കളയാനായിട്ട് എഴുന്നേറ്റതും ദക്ഷ അവളുടെ കയ്യിൽ പിടിച്ചു. വേണ്ട, ഞാൻ കുടിച്ചോളാം. ഇനി ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ ചെവിക്ക് പിടിച്ച് പുറത്തേക്കിടും, അവൾ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് വാങ്ങി പതിയെ അത് ചുണ്ടോടടുപ്പിച്ചതും ദക്ഷയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും ശരണ്യ ദക്ഷയുടെ അടുത്തേക്ക് വന്നു. എന്തു പറ്റി ചേച്ചി? അവൾ ചോദിച്ചു. ഒന്നുമില്ല. പിന്നെ എന്തിനാ ഈ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? അവൾ ചോദിച്ചു. ഞാൻ പെട്ടെന്ന് അമ്മയെ ഓർത്തുപോയി. വീട്ടിൽ ഇതുപോലെയായിരുന്നു, എന്നെ കുടിപ്പിക്കാനായിട്ട് ഒരുപാട് സൂത്രപ്പണികളുമായിട്ട് അമ്മ വരുമായിരുന്നു. പക്ഷേ എന്നെ ഇവിടെ നിന്നും അവിടെ ആക്കി കൊടുത്തില്ലേ നിന്റെ ചേട്ടൻ? അതിൽ പിന്നെ എൻ്റെ അമ്മയുടെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. അത് പറയുമ്പോൾ ദക്ഷ ഒന്ന് വിതുമ്പിപ്പോയതും ശരണ്യ വേഗം അവളെ ചേർത്ത് പിടിച്ചു. കസേരയിൽ ഇരുന്നു കൊണ്ട് അവൾ ശരണ്യയുടെ വയറിൽ ചുറ്റിപ്പിടിച്ചു. മുഖം ശരണ്യയുടെ വയറിലേക്ക് ചേർത്ത് വെച്ചു. അവളുടെ കണ്ണുനീർ വീണ് ശരണ്യയുടെ വയറിൻ്റെ ഭാഗത്തെ ഡ്രസ്സ് നനയുന്നത് ശരണ്യ അറിഞ്ഞു. ചേച്ചി, ഞാൻ കാരണം സോറി,
ഇത് ഇത് ചേച്ചിക്ക് ഇങ്ങനൊരു ഓർമ്മ കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്നു മുതൽ ഞാൻ ഹോർലിക്സ് ബഹിഷ്കരിച്ചിരിക്കുന്നു. ഇനി എനിക്കും വേണ്ട. ഒരു കുസൃതിയോടെ പറയുന്ന ശരണ്യയെ കണ്ടതും അവൾ അവളുടെ വയറിൽ നിന്നും മുഖമുയർത്തി ശരണ്യയെ നോക്കി. സത്യമായിട്ടും എനിക്ക് വേണ്ട. നമുക്ക് പാലിൽ കുറച്ച് കോഫി പൗഡറും കുറച്ച് പഞ്ചസാരയും ഇട്ട് കുടിക്കാം. അതാകുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലെങ്കിലും ഈ ഹോർലിക്സും ബൂസ്റ്റൊക്കെ ഇതെല്ലാം എന്നാ ഉണ്ടായേ? ശരണ്യ ദക്ഷയുടെ വിഷമം മാറ്റാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ദക്ഷയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ടാണ് അവൾ ദക്ഷയുടെ ആ മൂഡ് മാറ്റിയെടുത്തത്. പിന്നെ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് അത് കുടിച്ചു. ഇതെല്ലാം കിച്ചണിൻ്റെ വാതിക്കൽ നിന്ന് ശ്രീദേവിൻ്റെ മുത്തശ്ശി കാണുന്നുണ്ടായിരുന്നു. അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരിഞ്ഞതും പുറകിൽ നിൽക്കുന്ന മുത്തശ്ശനെ കണ്ടു. മുത്തശ്ശനും എല്ലാം കേട്ട് എന്ന് മനസ്സിലായി. രണ്ടുപേരും ഒന്നും പറയാതെ അവിടെ നിന്നു. തിരിച്ച് റൂമിലേക്ക് നടന്നു. ശരണ്യ ദക്ഷയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവളെയും കൊണ്ട് മുറിയിലേക്ക് പോയി. റൂമിൽ ചെന്നതും നാളെ നമുക്കേ രാവിലെ അമ്പലത്തിൽ പോയിട്ട് തുടങ്ങാം. നാളെ നമുക്ക് വടക്കുന്നാഥനെ കാണാൻ പോയാലോ? ശരണ്യ ചോദിച്ചതും അത് ഞാനില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പഴയ ഓർമ്മയാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്ന് പറയാൻ ഒന്നും നിൽക്കണ്ട. ഒരു ഓർമ്മയുമില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മുടെ പഴയതെല്ലാം മറന്നിട്ട് പുതിയതായിട്ട് ചിന്തിച്ച് നാളെ രാവിലെ നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോയി തുടങ്ങുകയാണ് നമ്മുടെ യാത്ര. കേട്ടല്ലോ? അതിന് എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ എന്നോട്. അത് സർപ്രൈസ്. രാവിലെ മടക്കനാഥൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി സുന്ദരിയായിട്ട് ഒരുങ്ങാൻ വേണ്ടിയാ. അവൾ പറഞ്ഞു. ഞാനേ അഥർവിനെ ഒന്ന് വിളിച്ച് പറയട്ടെ, അല്ലെങ്കിൽ 10 മണിയാകുമ്പോഴേക്കേ ആളിങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോണെടുത്ത് ബെഡിൽ കിടന്നുകൊണ്ട് അഥർവിനെ വിളിച്ചു. ഫോൺ എടുത്തതും ഉറങ്ങിയോ? അവൾ ചോദിച്ചു. ഇല്ല, ഉറങ്ങാൻ പോവായിരുന്നു. എന്തെങ്കിലും കാര്യമുണ്ടോ? അവൻ ചോദിച്ചു. ഉണ്ട്. നാളെ നമ്മൾ പുറത്തു പോകാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒരു 7 മണിയാകുമ്പോഴേക്കും ഇവിടേക്ക് വരണം. കുളിച്ച് ഒരു മുണ്ടും ഷർട്ടും ഇട്ട് സുന്ദരനായിട്ട് വേണം വരാൻ, അവൾ പറഞ്ഞു. അതെന്താ, ഞാൻ പിന്നെ അവിടേക്ക് വരുമ്പോൾ തുണിയില്ലാതെയാണ് വരുന്നത്? അവൻ ചോദിച്ചു. അതല്ല പറഞ്ഞത്. നാളെ രാവിലെ വടക്കുനാഥ ക്ഷേത്രത്തിൽ പോകാമെന്ന് കരുതുന്നു. അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്ന രീതിയിൽ മെനയ്ക്ക് വരണമെന്നാ പറഞ്ഞത്. നിനക്ക് കുളിയും നനയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കുളിയും നനയും എല്ലാം കഴിഞ്ഞിട്ട് വരണമെന്നാ പറഞ്ഞത്. ശരണ്യ പറഞ്ഞതും എനിക്ക് കുളിയും നനയും ഇല്ലാന്ന് നീയാണോ തീരുമാനിക്കുന്നത്? നീ എൻ്റെ വീട്ടിലായിരുന്നോ? അഥർവ് ചോദിച്ചു. അത് പിന്നെ, നിങ്ങൾക്ക് കുളിയും നനയും ഇല്ല എന്നറിയാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഉള്ള സ്പ്രേ മുഴുവൻ അടിച്ചു വരുമ്പോൾ തന്നെ അറിയാം, ശരണ്യ പറഞ്ഞതും അത് ശരിയാ. നിന്റെ ഏട്ടനില്ലേ, ആ സൂപ്പർ സ്റ്റാർ ശ്രീദേവ്, അയാളുടെ അടുത്തു കൂടി പോകുമ്പോൾ തന്നെ ബോധം കെട്ടുവീഴും. അത്രയ്ക്ക് സ്മെല്ലാ. കുളിക്കാതെ ഉള്ള സ്പ്രേ മുഴുവൻ അടിച്ചിട്ട് നടക്കുന്ന ചേട്ടനെ കണ്ടിട്ടായിരിക്കും അനിയത്തി പറയുന്നത് അല്ലേ? അഥർവ് പറഞ്ഞു. അത് ശരിയായിരിക്കും. അങ്ങേര് കുളിക്കുമോ കുളിക്കുന്നില്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല, ശരണ്യ പറഞ്ഞു. സ്വന്തം ചേട്ടൻ്റെ കാര്യം നിനക്കറിയില്ല, പക്ഷെ നിനക്ക് എൻ്റെ കാര്യം അറിയാം. അഥർവ് ചോദിച്ചതും തനിക്ക് വരാൻ പറ്റുമോ ഇല്ലയോ? ഇല്ലെങ്കിൽ ചേച്ചിയും കൊണ്ട് ഞാൻ പോകും, ശരണ്യ പറഞ്ഞു. നീ അവിടെ നിന്നും കാർ എടുത്താ അതിലെങ്ങാനും ദക്ഷ ചേച്ചി കയറിയെന്ന് ഞാൻ അറിഞ്ഞ നിന്നെ ഞാൻ വലിച്ചു കീറി തോട്ടിക്കളയും, കേട്ടോടി, അഥർവ് പറഞ്ഞു. ഓ തമ്പ്ര, അപ്പോൾ എത്ര മണിക്ക് വരേണ്ടത് എന്ന് പറയും, അഥർവ് ചോദിച്ചു. ഞാൻ പറഞ്ഞിരുന്നു 7 മണി, അവൾ പറഞ്ഞു. ഞാൻ അവിടെ ഉണ്ടാകും. പിന്നെ 7 മണി കഴിഞ്ഞ് 7:15 വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അതിനുശേഷം വന്നില്ലെങ്കിൽ ആരാണോ റെഡിയായി നിൽക്കുന്നേ അവരെയും കൂട്ടി ഞാൻ പോകും, കേട്ടല്ലോ? ആ കേട്ടു എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. അവരുടെ സംസാരം ദക്ഷയും കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ശരണ്യയുടെ മുഖത്തെ ഭാവങ്ങൾ കണ്ടതും എന്തോ സംശയം തോന്നി. അവൾ ശരണ്യയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. പെട്ടെന്ന് ചുണ്ടിലെ പുഞ്ചിരിയുമായിട്ട് ദക്ഷയെ നോക്കിയ ശരണ്യ കാണുന്നത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ദക്ഷയെ കണ്ടതും എന്താ ചേച്ചി, അവൾ ചോദിച്ചു. എന്ത്? അല്ല, ചേച്ചി എന്താ ഇങ്ങനെ നോക്കുന്നേ, അവൾ ചോദിച്ചു. ഒന്നുമില്ല എന്ന് മാത്രം അവൾ പറഞ്ഞു. എന്നാ പിന്നെ ഉറങ്ങാം അല്ലേ? ഉറങ്ങാം. ഞാനൊന്ന് ഫ്രഷായിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ വാഷ്റൂമിലേക്ക് പോയി. ദക്ഷ വാഷ്റൂമിലേക്ക് കയറിയപ്പോഴും ശരണ്യയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൾ ആ സമയം അഥർവിനെയാണ് ഓർത്തത്. ദക്ഷ വന്നതും അവൾ ദക്ഷയെയും ചുറ്റിപ്പിടിച്ച് കിടന്നുറങ്ങി. ദക്ഷയുടെ മനസ്സിൽ അഥർവിൻ്റെയും ശരണ്യയുടെയും മുഖം തെളിഞ്ഞു. കൂട്ടത്തിൽ ചെറിയൊരു പുഞ്ചിരിയും.
അതിനോടൊപ്പം വലിയൊരു ടെൻഷനും അവൾക്ക് തോന്നി. രാവിലെ 6 മണിയോടടുത്ത് ആദ്യം കണ്ണു തുറന്നത് ദക്ഷയാണ്. തന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ശരണ്യയെ കണ്ടതും അവൾ പതിയെ തട്ടി വിളിക്കാൻ തുടങ്ങി. ചേച്ചി, കുറച്ചുകൂടി എന്നെല്ലാം പറഞ്ഞ് അവൾ ചുരുണ്ട് കിടക്കാൻ നോക്കിയതും ദക്ഷ അവളെ കുത്തിപ്പൊക്കി. ഞാൻ കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും എഴുന്നേറ്റിട്ടുണ്ടാകണം, കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ വാഷ്റൂമിലേക്ക് പോയി. ദക്ഷ ഫ്രഷായി പുറത്തിറങ്ങുമ്പോൾ അടുത്ത് നിന്ന് ഡ്രസ്സ് എടുത്ത് തിരിച്ചു മറിച്ച് നോക്കുന്ന ശരണ്യയെ കണ്ടതും, നീ ആദ്യം പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് ഡ്രസ്സ് എടുത്ത് നോക്കാം, അമ്പലത്തിൽ പോകാനുള്ളതല്ലേ, ദക്ഷ പറഞ്ഞു. ചേച്ചി, ഇതിലേതാ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത്, ഒന്ന് പറയോ? ശരണ്യ ഡ്രസ്സിംഗ് ടേബിളിൽ വച്ചിരുന്ന ഡ്രസ്സുകൾ നോക്കി. എല്ലാം നല്ല സാരികളാണ് എന്ന് കണ്ടതും, മോളെ, നീ സാരി ഉടുത്തിട്ടാണ് പോകുന്നത്, ദക്ഷ ചോദിച്ചു. തീരുമാനിച്ചിട്ടില്ല ചേച്ചി, ഞാനാകെ കൺഫ്യൂഷനിലാണ്. ചേച്ചി പറ, ഏതാ ഉടുക്കേണ്ടതെന്ന്. ഇതിൽ ഏതാണ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മതി, അവൾ പറഞ്ഞു. ദക്ഷ അവൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഡ്രസ്സുകളിലേക്ക് നോക്കി. അതിൽ നിന്നും ഒരു സാരി എടുത്ത് അവൾ ശരണ്യയ്ക്ക് കൊടുത്തു. ഇത് നന്നായിട്ടുണ്ട്, ദക്ഷ പറഞ്ഞു. എന്നാ എൻ്റെ ചേച്ചി വേഗം തന്നെ ഇതൊടുക്ക്, ഞാൻ വേഗം കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ വേഗം ആ ഡ്രസ്സുകൾ അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. ദക്ഷ ആ സാരിയും പിടിച്ചുകൊണ്ട് തന്നെ നിന്നു. അവൾ കബോർഡിനടുത്തേക്ക് നടന്നു. കബോർഡ് തുറക്കാൻ പോയതും, അത് തുറക്കാൻ നോക്കണ്ട, കബോർഡിൻ്റെ താക്കോലേ എൻ്റെ കയ്യിലാണ്, ആ ഡ്രസ്സ് ഇട്ടാൽ മതി, അവൾ വാഷ്റൂമിൽ നിന്നും വിളിച്ചു പറയുന്നത് ദക്ഷ കേട്ടു. അവൾ കയ്യിലിരിക്കുന്ന ഡ്രസ്സിലേക്ക് നോക്കി. പിന്നെ ഒന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവൾ ആ സാരി ഭംഗിയായി തന്നെ ഉടുത്തു. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോഴാണ് വാഷ്റൂമിൽ നിന്നും ശരണ്യ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവൾ കൊടുത്ത സാരിയും ഉടുത്തു നിൽക്കുന്ന ദക്ഷയെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. എത്ര നാളായിന്നറിയോ ഇങ്ങനെ കണ്ടിട്ട് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ദക്ഷയുടെ അടുത്തേക്ക് വന്നതും ദക്ഷ അവളെ നോക്കിക്കൊണ്ട് അവളുടെ തലയിൽ കെട്ടിവെച്ചിരുന്ന തോർത്തെടുത്ത് അവൾ ദക്ഷയ്ക്ക് നേരെ എറിഞ്ഞു. അവളത് ക്യാച്ച് പിടിച്ചുകൊണ്ട് ചിരിച്ചു. പഴയ ഭംഗിയൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല, എന്നാലും കൊള്ളാം, അവൾ പറഞ്ഞുകൊണ്ട് ദക്ഷയുടെ അടുത്തേക്കെത്തി. ഇനി ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ് അവൾ അവളെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരുത്തി. എന്തു ചെയ്യാൻ പോവാ നീ? ഞാനേ എൻ്റെ പഴയ ദക്ഷ ചേച്ചിയെ ഈ ശരീരത്തിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. അവൾ തന്നെ ദക്ഷയെ കണ്ണാടിക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തി ഒരുക്കി കൊടുക്കാൻ തുടങ്ങി. ദക്ഷ അസ്വസ്ഥമാകുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ശരണ്യയ്ക്ക് മുന്നിൽ നിഷ്പ്രഭമായി പോയി. റെഡിയായി കഴിഞ്ഞതും ശരണ്യയുടെ റൂമിലുണ്ടായിരുന്ന ഒരു ഷെൽഫ് തുറന്നു. അതിൽ നിറയെ കുപ്പിവളകളായിരുന്നു. അതിൽ നിന്നും വളകളും എടുത്തുകൊണ്ടുവന്ന് കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് അവളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൾ വേഗം പുറത്തേക്ക് പോയി അവൾ തിരിച്ചു വരുമ്പോൾ കയ്യിൽ മുല്ലപ്പൂവുമായിട്ടാണ് വരുന്നത്. അത് കണ്ടതും ദക്ഷയ്ക്ക് ദേഷ്യം വന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഇന്ന് ഒരു ദിവസം ചേച്ചി, എനിക്ക് ആ പഴയ ദക്ഷ ചേച്ചിയെ കാണാനല്ലേ, പ്ലീസ്, ഒരുപാട് ആഗ്രഹിച്ചിട്ടല്ലേ എന്നെല്ലാം പറഞ്ഞ് അവൾ സങ്കടം പറയാൻ തുടങ്ങിയതും ദക്ഷ നിന്നു കൊടുത്തു. അവൾ തന്നെയാണ് മുല്ലപ്പൂവും വെച്ചു കൊടുത്തത്. വേഗം ശരണ്യയും ഒരു പട്ടുപാവാട എടുത്തുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് റെഡിയാകുമ്പോഴാണ് ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഞാൻ എത്തി, അവൻ പറഞ്ഞതും അവൾ, ഡാ ഞങ്ങൾ റെഡിയാണ്, എത്ര നേരമായെന്നറിയോ ഞങ്ങൾ കാത്തു നിൽക്കുന്നത് എന്നെല്ലാം ചോദിച്ച് അഥർവിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അവൾ ദക്ഷയെ ഒന്ന് നോക്കി, ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് അവളുടെ കൈ പിടിച്ച് ഫോണിൽ സംസാരിച്ചു കൊണ്ട് തന്നെ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. ദക്ഷയെയും ശരണ്യയും പുറത്തേക്ക് വരുമ്പോഴാണ് മുത്തശ്ശിനുള്ള ചായയുമായിട്ട് മുത്തശ്ശി കിച്ചണിൽ നിന്നും ഹാളിലേക്ക് വരുന്നത്. മുത്തശ്ശിയുടെ കണ്ണുകൾ ദക്ഷയും കണ്ടതും വിടർന്നു. അവളെ നോക്കി. ഒരുപാട് നാളുകൾക്ക് ശേഷം അവളെ അങ്ങനെ കണ്ടപ്പോൾ അവരുടെ മനസ്സും കണ്ണും നിറഞ്ഞതുപോലെ തോന്നി. അവർ അവളെ തന്നെ നോക്കി നിന്നെങ്കിലും അവൾ അങ്ങനെ ഒരാൾ അവിടെ ഉള്ളതായി പോലും നോക്കാതെ ശരണ്യയുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് ചെന്നപ്പോൾ മുത്തശ്ശൻ ചാരുകസേരയിൽ ചാരി ഇരുന്നു കൊണ്ട് മുറ്റത്ത് കാറിൽ ചാരി നിന്ന് ഫോണിൽ സംസാരിക്കുന്ന അഥർവിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ശരണ്യ ദക്ഷയുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത്. മുത്തശ്ശനെ നോക്കി ശരണ്യ ഒന്ന് ചിരിച്ചെങ്കിലും ദക്ഷ അങ്ങോട്ട് നോക്കാനേ പോയില്ല. പോകാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ശരണ്യ കയ്യിലെ താക്കോൽ അഥർവിന് എറിഞ്ഞിട്ട് കൊടുത്തു. ക്യാച്ച് പിടിച്ചുകൊണ്ട് അവളെ അവൻ ഒന്ന് കൂർപ്പിച്ച് നോക്കി. നീ ഇങ്ങോട്ടല്ലേ വരുന്നത്? നിനക്ക് ഇതെൻ്റെ കയ്യിൽ തന്നാ പോരെ? അഥർ ചോദിച്ചു.
അതിനെന്താ, സൂപ്പർ ക്യാച്ചായിരുന്നല്ലോ, അവൾ പറഞ്ഞു. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുന്ന നിന്റെ വേണ്ട. അപ്പോഴാണ് അവൻ ദക്ഷയെ കാണുന്നത്. ദക്ഷ ചേച്ചി, നല്ല മാറ്റാണല്ലോ. ആരാ മോനെ ഒരു മാറ്റം ആഗ്രഹിക്കാത്തത്? ശരണ്യ പറഞ്ഞതും, ഞാൻ നിന്നോടല്ല പറഞ്ഞത്, ചേച്ചിയോടാ പറഞ്ഞത്. എന്നും ഇതുപോലെ നടക്കണം കേട്ടോ. എൻ്റെ ചേച്ചിയെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? അതർ പറഞ്ഞതും ശരണ്യ ദക്ഷയെ നോക്കി ചിരിച്ചു. എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ ശരണ്യ നോക്കുന്നത് കണ്ടതും, ദക്ഷ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, അമ്പലത്തിൽ പോയിട്ട് വരട്ടെ എന്ന് പതിയെ പറഞ്ഞു. ഇതിപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞതിന് എനിക്ക് ഇങ്ങോട്ട് സമ്മാനം തരുന്നതിന് പകരം, ശരണ്യ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞതും, നിനക്കുള്ള സമ്മാനമാണ് ഞാൻ തരുന്നത്, പോയിട്ട് വരട്ടെ, ദക്ഷ പറഞ്ഞു. അവർ 3 പേരും സംസാരിക്കുന്നത് സിറ്റൗട്ടിൽ ഇരുന്നു കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും നോക്കി നിൽക്കുന്നുണ്ട്. എന്നാ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ പുറകിലേക്ക് കയറി. ശരണ്യ അഥർവിൻ്റെ ഒപ്പം കോ ഡ്രൈവിംഗ് സീറ്റിലേക്കും കയറിയിരുന്നു. അവർ വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് പോയി. വടക്കുനാഥനെയും നവഗ്രഹ ക്ഷേത്രത്തിലും അവിടെ അടുത്തുള്ള 2-3 ക്ഷേത്രത്തിലും പോയി. പുറത്തുനിന്ന് നല്ല മസാല ദോശയും കഴിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. ശരണ്യ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. അഥർവാണെങ്കിൽ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരുടെ 2 പേരുടെയും വഴക്ക് കൂടൽ കണ്ടുകൊണ്ടാണ് ദക്ഷ പുറകിൽ ചാരിയിരുന്നത്. അവരുടെ ഒപ്പം തന്നെ നടന്ന് അവളുടെ മനസ്സിലും വല്ലാത്തൊരു ആശ്വാസം തോന്നി. മനസ്സ് ശാന്തമായി. തൻ്റെ മനസ്സ് മരിച്ചിട്ടില്ല എന്ന് അവൾക്ക് തോന്നി. അവരുടെ കാറ് തറവാട്ടിൽ കയറിയപ്പോഴാണ് മുറ്റത്ത് കിടക്കുന്ന ലക്ഷറി കാറ് കാണുന്നത്. ഇതിപ്പോൾ ആരാ ഇതിൽ വന്നിരിക്കുന്നത്? ശരണ്യ മുറ്റത്ത് കിടക്കുന്ന കാറിലേക്ക് നോക്കി പറയുന്നുണ്ട്. നിന്റെ ചേട്ടനെങ്ങാനാണോ? അഥർവ് പറയുന്നത് കേട്ട് ദക്ഷയുടെ നെഞ്ചിടിപ്പ് കൂടി. പിന്നെ ഇത് ഏട്ടൻ്റെ കാറൊന്നുമല്ല. ഏട്ടൻ 1 വർഷത്തിനിടയ്ക്ക് പുള്ളി പുതിയ വണ്ടിയൊന്നും വാങ്ങിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്, ശരണ്യ പറഞ്ഞു. എന്നാ പിന്നെ നിന്റെ ആ ഓൾഡ് പീസിനെ കാണാൻ വന്ന ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അഥർവ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി. കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ശരണ്യയും ബാക്കിലെ ഡോറ് തുറന്ന് പുറത്തേക്ക് ദക്ഷയും ഇറങ്ങി. ഇത്രയും നേരം മനസ്സിലുണ്ടായിരുന്ന സന്തോഷം മാറിപ്പോകുന്നത് പോലെ തോന്നി. ചേച്ചി, അത് ഗ്രേറ്റ് ശക്തിദേവിനെ കാണാൻ വന്നിരിക്കുന്ന ഏതെങ്കിലും പണച്ചാക്കുകളായിരിക്കും. അഥർ, പോകല്ലേ, ഞങ്ങൾ പോയി വേഷം മാറിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോകാം. ഞാൻ വീട്ടിൽ പോയിട്ട് ഈ ഡ്രസ്സ് മാറിയിട്ട് വരാം, അഥർ പറഞ്ഞതും, പോയിട്ട് വരുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണേ, ശരണി പറഞ്ഞു. ഇപ്പോഴല്ലേ ഭക്ഷണം കഴിച്ചത്? അത് മാത്രമല്ല, ഇത്രയും വലിയ കൊട്ടാരത്തിൽ നിനക്ക് കഴിക്കാൻ ഒന്നുമില്ലേ? ഞങ്ങളുടെ പാവം ആ ചെറ്റക്കുടലിൽ നിന്നും വേണോ നിനക്ക് കഴിക്കാൻ? എടോ, ഈ കാണുന്ന കൊട്ടാരത്തിലില്ലാത്ത സന്തോഷവും സമാധാനവും രുചിയും താൻ പറഞ്ഞ ആ ചെറ്റക്കുടലിൽ നിന്ന് കിട്ടുന്നുണ്ട്. ശരണ്യ പറഞ്ഞപ്പോൾ അഥർവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാ ടെൻഷനോടെ നിൽക്കുന്ന ദക്ഷയെ കണ്ടതും അഥർവ് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തുപറ്റി ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് മുൻവശത്തെ വാതിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ആളെ ശരണി കാണുന്നത്. ഈശ്വര, ഇതെന്താ ഇവിടെ? അവൾ ചോദിക്കുന്നത് കേട്ട് അഥർവ് അവളെ നോക്കി. അവളുടെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കി. മുന്നിൽ നിൽക്കുന്ന ശ്രീദേവിനെയും അവരുടെ കൂട്ടുകാരെയും എല്ലാം കണ്ടു. ദക്ഷയും മുഖമുയർത്തി നോക്കിയപ്പോൾ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടതും ദക്ഷയുടെ മുഖം കുനിഞ്ഞു. അവൾ പെട്ടെന്ന് അഥർവിൻ്റെ പിന്നിലേക്ക് മാറി നിൽക്കുന്നത് കണ്ടതും അഥർവ് ശരണ്യെ നോക്കി. ദയനീയമായി അവളും അഥർവിനെ നോക്കി. ശ്രീദേവ് അവൾ തന്നെ കണ്ടപ്പോൾ മാറിപ്പോകുന്നത് കണ്ട അവൻ്റെ നെഞ്ചിൽ ഒരു വേദന തോന്നി. അവിടെ നിന്നും ഇറങ്ങി ദക്ഷയുടെ അടുത്തേക്ക് വന്ന ശ്രീദേവിനെ കണ്ടതും ദക്ഷയുടെ കൈകൾ അഥർവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. കയ്യിലെ വിറയൽ തിരിച്ചറിഞ്ഞതുപോലെ അഥർവ് അവൾ പിടിച്ച അവൻ്റെ കൈകൾക്ക് മുകളിൽ കൈകൾ വെച്ചു. ശരണ്യെ നോക്കിയതും ശരണ്യ വന്ന് ദക്ഷയെ ചേർത്ത് പിടിച്ചു. ദക്ഷ ചേച്ചി, ഇത്രയും പേടിക്കണമെങ്കിൽ നമ്മൾ അറിയാത്ത എന്തോ ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്, ശരണ്യ പതിയെ അഥർവിനോട് പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്നിവിടെ ഗണേശോത്സവത്തിൻ്റെ പരിപാടിയായിരുന്നു. ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഈ സ്റ്റോറി ലേറ്റായത്. എന്തായാലും സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.